എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഇന്നലെ രാത്രി 10 മണി നേരമായപ്പോൾ നമ്മുടെ ഡി ലാപ്പിൽ ബോബി ചെമ്മണ്ണൂർ വന്നിരുന്നു. ഫോളോ അപ്പിന് വേണ്ടിയിട്ടാണ്. പുള്ളി എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ 14 ദിവസം ജയിലിലൊക്കെ ആയിരുന്നല്ലോ പുള്ളി. അതുകൊണ്ട് ഒരു സ്ട്രെസ്സും ഇതൊക്കെ കാരണം, ഉറക്കക്കുറവും കാര്യങ്ങളൊക്കെ കാരണം നല്ല മുടിവെച്ചിലുണ്ട്. അപ്പോൾ ഇന്നലെ പുള്ളി വന്നു, ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, ഞാൻ വിട്ടു. അത് ജസ്റ്റ് ഫോട്ടോസ് ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, മെയിനായിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ഇപ്പോഴും ചില ആളുകൾക്ക്, അതായത് നമ്മളെ പുതിയതായിട്ട് അറിഞ്ഞു വരുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇപ്പോഴും ഡൗട്ടുകൾ ഉള്ളത് എന്തിലാണെന്ന് വെച്ചാൽ, സൈഡ് എഫക്റ്റ് ഉണ്ടോ ഈ നമ്മുടെ സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൽ. ഞാൻ പറയാലോ, യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇന്നേ വരെ 3 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരു സീരിയസ് സൈഡ് എഫക്റ്റും ഞാൻ 6000 പേഷ്യൻസിൽ ചെയ്തതിൽ വന്നിട്ടില്ല. 6000 പേര് എന്തായാലും ആ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇതിൽ. ആ ചെയ്തവരൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും സ്ലൈറ്റസ്റ്റ് സൈഡ് എഫക്റ്റെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കമൻ്റായിട്ട് അവർക്ക് ഇടാം. ഞാൻ ഡേറ്റും ആ ഒരു പ്രൊസീജിയറിൻ്റെ തീയതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും കൂടി ഉണ്ടെങ്കിൽ നമുക്കത് നോക്കി റെക്ടിഫൈ ചെയ്യാം. പക്ഷേ എനിക്കൊരു ഉറപ്പ്, ഞങ്ങൾക്ക് 100% ഉറപ്പ് കൊടുക്കുന്നൊരു കാര്യം, മനുഷ്യന്മാരുടെ കാര്യമാണ്, പക്ഷേ വ്യത്യസ്തമാണ് എല്ലാവർക്കും. പക്ഷെ എങ്കിൽ പോലും എനിക്ക് 100% ഉറപ്പാണ്, യാതൊരുവിധ സൈഡ് എഫക്റ്റും ലോങ് ടേമിലും ഇല്ല, ഷോർട്ട് ടേമിലും ഇല്ല. കാരണം അത്രയും എന്താ പറയുക, ക്വാളിറ്റി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേറെ ആർക്കും കിട്ടാത്ത ISO 9001:2015 GCC കൺട്രീസിൻ്റെ കൗൺസിൽ തന്നത്, ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ. അവർ തരാൻ കാരണം തന്നെ അതാണ്. അവരെന്തിനാണ് തന്നത് വെച്ചാൽ, അവർ ആദ്യം തന്നെ ക്വാളിറ്റി മാനേജ്മെൻറ്റിന് 9001:2015 തന്നതിൻ്റെ ഉദ്ദേശം, അവർ ദുബായിൽ നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ലീഗലായിട്ട് ഇനി ഒരു പ്രൊസീഡിങ്സും നമുക്ക് തടസ്സമായിട്ട് വരില്ല ഇത് കിട്ടിയതുകൊണ്ട്. ആ ഒരു ബേസിസിൽ അവർ തന്നതാണ്. അപ്പോൾ അവർ തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോലെ കൈക്കൂലി മാത്രം കൊടുത്താൽ നടക്കില്ല. അപ്പോൾ അവർ തരണമെന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് തന്നെ വേണ്ടി വരും. അപ്പോൾ അവർ സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ടാണ് അത് തന്നത്, മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ അക്രഡിഷൻ ഫോറത്തിൻ്റെ ഒരു ഇതും കൂടി വേണം ആക്ച്വലി ദുബായ് അല്ലെങ്കിൽ GCC കൺട്രീസിൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഒരു അക്രഡിഷൻ കിട്ടുന്നത് നല്ലതാണ്. അതുകൊണ്ട് അത് അപ്ലൈ ചെയ്ത് ഞങ്ങൾ IAF വന്ന് ഫുൾ ഡീറ്റെയിൽസ് നോക്കി, ഞങ്ങളെ പാസ്റ്റ് പേഷ്യൻസിനായിട്ട് സംസാരിച്ചു, എല്ലാം ചെയ്ത്. IAF എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ അക്രഡിഷൻ ഫോറം, അത് ലണ്ടൻ ബേസ്ഡ് ആണ്. അവരും ഞങ്ങൾക്ക് ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ 9001:2015 സർട്ടിഫിക്കറ്റ് ചെയ്തത്. ഇത് രണ്ടും കിട്ടിയ ഒരേ ഒരു ക്ലിനിക്ക് ഞങ്ങളാണ്. പിന്നെ എന്തർത്ഥത്തിലാണ് ചില ആളുകൾ സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് ഇവിടെ അപ്രൂവ്ഡ് അല്ല എന്ന് പറയുന്നത്? അതല്ലാതെ ഈ ട്രീറ്റ്മെൻ്റ് അല്ല. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ വേറെ, സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് വേറെ. അത് ദയവേത് നിങ്ങൾക്ക് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് ടോട്ടലി ഒരു നോൺ ഇൻവേസീവ് ആയിട്ട് പ്രൊസീജിയറാണ്. സ്റ്റെം സെൽ, നിങ്ങൾ പറഞ്ഞ പോലെ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് വയറ്റിൽ നിന്ന് നമ്മളൊരു പഞ്ച് ബയോപ്സി വഴി നമ്മൾ സ്റ്റെം സെൽസിന് എടുത്തിട്ട് അത് എന്താ പറയുക കൾച്ചർ മീഡിയത്തിൽ ഇട്ടിട്ട് അതിനെ വീണ്ടും ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുക. അത് ഒന്നെങ്കിൽ ബോൺ മാരോ നിന്ന് എടുക്കും, അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂ ആയിട്ടുള്ള വയറ്റിൽ നിന്നാണ് എടുക്കുക. അത് പഞ്ച് ബയോപ്സി വഴി ഒരു ചെറിയ മുറിവൊക്കെ ആക്കും, അവിടെ വലിയൊരു ഓട്ടോ പോലത്തെ മുറിവാക്കിയിട്ട് ആണ് അത് എടുക്കുക. അത് ശരിക്കും അണ്ടർ സ്റ്റഡീസാണ്. അത് ഇന്ത്യയിൽ അപ്രൂവ്ഡ് അല്ല. പക്ഷേ ഈ ആക്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റെം സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഏതൊരു ട്രീറ്റ്മെൻറ്റും ഇന്ത്യയിൽ അപ്രൂവ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ISO കിട്ടിയത്. അല്ലെങ്കിൽ ഇതൊന്നും തരാൻ ആളുകൾ വെറുതെ ഭ്രാന്തുള്ളവരല്ലല്ലോ ഇത് ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവരെല്ലാം തരണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്, അത് മനസ്സിലാക്കുക. ബി ലോജിക്കൽ rather than ബീങ് എന്താ പറയുക, എപ്പോഴും ഒരു ഇത് കാണിച്ച് നിൽക്കാതെ. മീൻസ് ഹെൽത്തി കോമ്പറ്റീഷൻ ഈസ് ഓക്കെ, ബട്ട് അല്ലാത്ത രീതിയിൽ ഫേക്കാണ്, ഇതാണ്, അതാണെന്ന് പറയരുത്. കാരണം എന്താ വെച്ചാൽ, നമ്മളെ പേഷ്യൻസിൽ ഒരാളെങ്കിലും വന്നിട്ട് പറയട്ടെ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന്. അപ്പോൾ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും സ്ലൈറ്റസ്റ്റ് സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ റെക്ടിഫൈ ചെയ്യാൻ റെഡിയാണ്. അത് മാത്രമല്ല, നമ്മൾ ചില വീഡിയോസിൻ്റെ അടിയിൽ കമൻസ് വരാറുണ്ട്, ചില ആളുകൾ മാറ്റമില്ല, അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ മാറ്റമില്ല ആളോട് ഞാൻ അതിൻ്റെ തൊട്ടടിയിൽ പോയിട്ട് ചോദിക്കൂ, നിങ്ങൾ വന്ന ഡേറ്റ് പറയൂ, നിങ്ങളെ പേര് പറയൂ. ഇവർ പറയില്ല, ഇവർ പറയുകയില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കുക. ഞാനപ്പോൾ അവരെ അക്കൗണ്ടിൽ കയറി നോക്കാറുണ്ട്. നോക്കുമ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് തുടങ്ങിയ അക്കൗണ്ട്സ് ആയിരിക്കും. മനസ്സിലായോ? ഫേക്ക് അക്കൗണ്ട്സ്. ഇത്രയേ ഉള്ളൂ ഞാൻ പറയാനുള്ള. എല്ലാ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്.
സൈഡ് എഫക്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി നിൽക്കുക. സൈഡ് എഫക്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം എന്താ വെച്ചാൽ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഈ 3 കൊല്ലം കൊണ്ട് വന്നിട്ടില്ല ഒരാൾക്കും. ഇനി നിങ്ങൾ പോയി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് തല പോയി ഇടിച്ചിട്ട് തല പൊട്ടി എന്ന് പറഞ്ഞ് വന്നിട്ട് സൈഡ് എഫക്റ്റ് ആണെന്ന് പറയരുത്. അങ്ങനെ പറയരുത്. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലാണ് പറയുന്നത്. അല്ലാതെ ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളങ്ങോട്ട് പോയി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തിട്ട് തല പൊട്ടിയിട്ട് നമ്മൾ പറയരുത്, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാലം ഇല്ലാത്തൊരു സംഭവമാണ്. ലോങ് ടേമിലും ഷോർട്ട് ടേമിലും ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഇല്ല. അതുകൊണ്ടാണ് ക്വാളിറ്റി മാനേജ്മെൻറ്റിന് ഞങ്ങൾക്ക് ഈ അക്രഡിഷൻ കിട്ടിയത്. അത് ആദ്യം മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ഇതിനെപ്പറ്റി ഇനി അക്രഡിഷനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സൈറ്റിൽ പോയാൽ മതി. അതിൻ്റെ ഇതിൽ സൈറ്റിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അത് ഈ ഒരു അക്രഡിഷൻ കിട്ടാൻ എന്തൊക്കെയാണ് ബേസിക്കായിട്ട് വേണ്ടതെന്നുള്ളത് ആ സൈറ്റിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചില്ലറ കാര്യമല്ല അത് കിട്ടുന്നത്. അത് വെറുതെ ചില്ലറ കൊടുത്തിട്ടും കിട്ടാൻ പറ്റില്ല, ചില്ലറ കാര്യമല്ല. 2023 ഹെൽത്ത് കെയറിൻ്റെ സക്സസ് സ്റ്റുഡൻറ്റിൻ്റെ റീജനറേഷൻ ട്രീറ്റ്മെൻറ്റിൽ അവാർഡ് ഞങ്ങൾക്കാണ് കിട്ടിയത്. അതും കൂടി നിങ്ങൾ നോക്കണം. പിന്നെ അത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ.